കവർ ഫോട്ടോയിലെ ഐറ്റത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണേ. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ വയ്യാണ്ട് കിടപ്പായിരുന്നു. ബാക്ക് പെയിനും സ്റ്റൊമക്ക് പെയിനും ഒക്കെ ആയിട്ട്. അതിനൊപ്പം എൻ്റെ വീടും വയ്യാണ്ട് കിടന്നു എന്ന് പറയാം. സമയം രാത്രി 12 മണിയോടെ അടുത്തപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല. അപ്പം ഞാൻ കരുതി എന്ന് എണീറ്റ് കുറച്ച് ക്ലീൻ ചെയ്തേക്കാമെന്ന്. കഴിഞ്ഞ 1 വർഷത്തോളമായിട്ടോ ഞാൻ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ അത് ധൈര്യപൂർവ്വം പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് വെറും ഒരാഴ്ച ആയിട്ടുള്ളൂ. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് മെയിനായിട്ട് എൻ്റെ ഡ്രസ്സിങ് ആണ്. ഞാൻ വീട്ടിൽ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഒരുങ്ങിയിട്ടൊക്കെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടാസ്ക് ആയിട്ടാണ് തോന്നിയിരുന്നത്. രണ്ടാമത്തെ മെയിൻ കാരണം എന്ന് വെച്ചാൽ വോയിസ് ഓവർ കൊടുക്കലാണ്. നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ട് ആ വീഡിയോസ് നമ്മൾ തന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ക്രിഞ്ച് ഫീലാണ് തോന്നുക. ഈ ഒരു 2 കാര്യങ്ങളാണ് കേട്ടോ എന്നെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് പിടിച്ചു വെച്ചത്. അതല്ലാതെ വീഡിയോസ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കാര്യമാണ്. 2025 മാത്രം ഷൂട്ട് ചെയ്ത ഒത്തിരി വീഡിയോസ് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. പക്ഷെ അത് പോസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞൊരു വീക്കായിട്ട് എന്ത് വന്നാലും വേണ്ടില്ല വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ചെയ്തേക്കാന്നുള്ള ഒരു ധൈര്യത്തിൽ തുടങ്ങിയതാണ് കേട്ടോ എൻ്റെ ഈ വ്ളോഗിങ് ലൈഫ്. ആദ്യത്തെ വീഡിയോൻ്റെ വോയിസ് ഓവർ കേട്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ ഭയങ്കര തപ്പിപ്പിടിച്ചും ഭയങ്കര കഷ്ടപ്പെട്ടുമാണ് അതിൻ്റെ വോയിസ് ഓവർ ചെയ്തത്. പിന്നെ ചെയ്തപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്ലോ എനിക്ക് മനസ്സിലായത്. ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ നമുക്ക് എന്തൊക്കെ ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്ന് മെല്ലെ മെല്ലെ അതിനെക്കുറിച്ച് ഓരോ ഐഡിയാസ് കിട്ടാൻ തുടങ്ങി. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ വീക്കെൻഡൊക്കെ പുറത്തുമെങ്കിലും അമേരിക്കയിലെ ലൈഫ് അടിപൊളിയാണെങ്കിലും ഇതെല്ലാം എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. ഈ സാധാരണ ജീവിതം, എൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫും എൻ്റെ 9 to 5 മൺഡേ ത്രൂ ഫ്രൈഡേ ഉള്ള ജീവിതം. അപ്പോൾ എന്നെപ്പോലെ ജീവിതത്തിൽ നോർമൽ ക്യാവോസായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം എന്നൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വ്ളോഗുകളും കൂടെ ഉൾപ്പെടുത്തുന്നത് എൻ്റെ ചാനലിൽ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ക്ലീനിങ്ങും ഏകദേശം ഒരുവിധം കഴിയാറായി. നിങ്ങൾ കണ്ട ഞാൻ പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് വെച്ച ഒരു ഐറ്റം ഇല്ല, അതാണ് ഡിഷ് വാഷർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും എന്ന് തോന്നുന്നു. എന്തെങ്കിലും നാട്ടിൽ ഒരു വീട് വെക്കുമ്പോൾ എനിക്ക് ഡിഷ് വാഷർ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് 10 hours നിന്നിട്ടുള്ള ജോലിയാണ്. അങ്ങനെ എക്സോസ്റ്റഡ് ആയി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പിന്നെയും 2-3 hours നിന്ന് പാത്രം കഴുകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അതിനെന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഡിഷ് വാഷറും പിന്നെ എൻ്റെ തുടക്കുന്ന നാർവലാണ്. ഞങ്ങൾ തമാശക്ക് പറയുന്നതാണ് ഞങ്ങളിവിടെ ജാനുവാണ് ഞങ്ങളുടേന്ന്. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഹൗസ് വാമിങ്ങിന് തന്ന ഗിഫ്റ്റാണ് കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞ് ഫോണിൽ നമുക്ക് സെറ്റാക്കിയിട്ടിട്ട് പോയി കിടക്കാം. നമ്മൾ മാപ്പ് ചെയ്താൽ മാത്രം മതി ഫോണിൽ, അത് വന്ന് തുടച്ചിട്ട് പോകും. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും ദേ സമയം 1:45-2 മണി ആവാനായി. ഇപ്പം ഞാൻ ശരിക്കും എക്സോസ്റ്റഡ് ആയിട്ടോ. എൻ്റെ റാൻഡ് കേട്ടതിന് താങ്ക് യു.